ഹോറർ ഇല്ല. നക്ഷത്രം ഇതാരാ ഇത് സ്ഥലത്തേക്ക് ഗൈസ്. നമ്മുടെ സ്പോർട്സിലെ കലാകാരിനെ നിങ്ങൾ കണ്ടോ? നമ്മുടെ കലാകാരി റെനി മോൾക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങാതിരിക്കുന്നുണ്ട്. റെനി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പണി ചെയ്യാണ് ഗൈസ്. എനിക്ക് എന്നോടുള്ള സ്നേഹം കണ്ടു ഗൈസ്. കണ്ട കണ്ണൊക്കെ ചൈനീസ് പോലെ ഉറക്കം വന്നിട്ട് ഗൈസ്. ഒരു മഹത് വ്യക്തി നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പെട്ടി പൊതിയാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് പേപ്പർ കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതാണ് നവമിയുടെ ഗിഫ്റ്റ് പേപ്പർ. ഇത് എവിടുന്നാ കിട്ടിയെന്നറിയാവോ? കണ്ട ഗൈസ്, ഈ കുപ്പത്തൊട്ടിയിൽ നിന്ന് എടുത്ത കവർ പൊതിയുന്ന സാധനമാണ് നവമിയുടെ ഗിഫ്റ്റ് പേപ്പർ. എന്റെ നെക്ലേസ് അല്ല, ഇത് ദേശായി ഫാമിലിയുടെ നെക്ലേസ് ആണ്. അനുശ്രീ എന്താണ് ചെയ്യുന്നത്? ബാംബു ബോയ്സ്. നിങ്ങൾ ഏത് മറ്റേ കാട്ടിന്നാണ് വന്നിരിക്കുന്നത്? ആമസോൺ വനാന്തരങ്ങൾ. So we are starting our program. Stalin sir എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വരുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ബാക്ക്ബോൺ, ഓരോരുത്തരുടെയും പേഴ്സണൽ സപ്പോർട്ട് വരെ സ്റ്റാലിൻ സാറാണ്. So I would like to take this moment to show our gratitude towards you, sir. Thank you so much for being standing in solidarity. Okay, coming back to our program. ക്രിസ്മസിനെ പറ്റി ഒരു കുഞ്ഞു സന്ദേശം നൽകുവാൻ ഏറ്റവും സ്നേഹത്തോടെ സ്റ്റാലിൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. മെരി മെരി ക്രിസ്മസ് പാടുന്നു, മെരി മെരി ക്രിസ്മസ്. സങ്കടമേകും ദൈവിക സ്നേഹം നിറയും പുൽക്കൂട്ടിൽ, ഓ സുന്ദരമാകും സംഗീതത്തിൽ നിർജ്ജരിയാക്കിടാം. സങ്കടമേകും ദൈവിക സ്നേഹം നിറയും പുൽക്കൂട്ടിൽ, ഓ സുന്ദരമാകും സംഗീതത്തിൽ നിർജ്ജരിയാക്കിടാം. മെരി മെരി ക്രിസ്മസ് പാടുന്നു, മെരി മെരി ക്രിസ്മസ്. മെരി മെരി ക്രിസ്മസ് പാടുന്നു, മെരി മെരി ക്രിസ്മസ്.
DJ MHD Alley.
നമ്മുടെ കേരള സ്റ്റേറ്റ് ബാസ്കറ്റ്ബോൾ നാഷണൽ ടീമാണ് സീനിയർ ടീം. ഇവരുടെ ക്യാമ്പുകൾ നടക്കുകയാണ്. ഇതിനകത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്, KCB പ്ലേയേഴ്സ് ഉണ്ട്, പോലീസ് പ്ലേയേഴ്സ് ഉണ്ട്, കോളേജ് പ്ലേയേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ആർ ഓണർ ടു ബ്രിങ് ദം ഹിയർ. അതെ, പപ്പാനി പറയുന്നത് ചിലപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും, പക്ഷെ ഹോപ്പ് ഇടരുത്. ഇല്ല, തുറന്നു നോക്കും, ഓരോ പേപ്പർ കഷ്ണത്തിലും ഓരോ മൂല്യങ്ങൾ ഉണ്ടാവും. ഭാവിയിൽ നമുക്കത് വളരെയധികം ഉപയോഗപ്പെടുന്നതായിരിക്കും. ഓരോ പേപ്പർ കഷ്ണത്തിനും ഓരോ മൂല്യമുണ്ട്. എല്ലാം തുറന്നു നോക്കുക, ഓരോ പേപ്പർ കഷ്ണങ്ങളും തുറന്നു നോക്കുക. യു വിൽ നെവർ നോ വാട്ട് യു ഹാവ് ഓൺ യുവർ വേ. സോ രണ്ട് ബമ്പറാണ്, ബമ്പർ 1, ബമ്പർ 2. ബമ്പർ 1 ആദ്യം കൊടുക്കണോ, ബമ്പർ 2 ആദ്യം കൊടുക്കണോ? ഒന്ന് തീരുമാനിക്കും പപ്പാനി. ഓക്കെ, ഒരു ബമ്പർ കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. Dude, such a man. No. പപ്പാനെ അവര് സ്നേഹത്തോടെ ചോദിക്കാണ്, ചോദിക്കാണ് പിള്ളേർക്ക് മാത്രമേ ഗിഫ്റ്റ് ഇല്ല. ആര് കിട്ടിയാണെങ്കിൽ ഒന്നുകൂടെ കൗണ്ടർ പറയാം. 60 വയസ്സ് മേലുള്ളവർക്ക് ഗിഫ്റ്റ് ഇല്ല എന്നാണ് അവിടത്തെങ്കിലും. നമുക്ക് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഓക്കേ, പലർക്കും ഓരോ ഗിഫ്റ്റ് വെച്ച് പപ്പാ ഡോക്ടർ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെയുണ്ട്. അമ്മയ്ക്ക് തിമിര് മതിച്ചു തുടങ്ങി. ആ പറഞ്ഞതേ വളരെ സത്യം. കാലിൽ ഒരു കൊതുക് കടിക്കില്ലല്ലോ. ഞാൻ പുതിയ ചെരുപ്പിട്ടതേ കൊതുകിന് പോലും സഹിക്കുന്നില്ല. ആട്ടെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുക? ഈ ദേഷ്യങ്ങളൊക്കെ നന്നായി. എനിക്കൊരു
जलवा नशा ही नशा जलवा मजा 2 ദിവസം മുൻപാണ് ഫൈനൽ ഡിസിഷൻ എടുത്തത്. ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. ഈ ഷോർട്ട് നോട്ടീസാണ് പ്രോഗ്രാം കണ്ടാൽ നമുക്ക് തോന്നുന്നത് അല്ലേ? നല്ല വളരെ ലൈവായിട്ട് പ്രോഗ്രാംസ് സത്യം പറഞ്ഞാൽ ആ ഡാൻസുകളും ഈ സ്കിറ്റൊക്കെ എൻജോയ് ചെയ്തു നമ്മളെല്ലാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതിന് കോമഡി അതിൽ റെനി എല്ലാ വർഷവും പെർഫോമറാണ്. ചിരിപ്പിക്കാൻ ഏറ്റവും മിടുക്കി എല്ലാവരും കോപ്പറേറ്റീവും ഗോഷ്ഠികളും കാണിക്കാൻ ഒരു നാണമില്ല അവർക്ക്. ഒരു നാണമില്ല, ഭയങ്കര പ്രത്യേകമായി കൈയടിക്കുന്നത് എനിക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ക്രിസ്മസ് പാപ്പ അഞ്ജന വളരെ ലൈവായിട്ട് അതോടൊപ്പം തന്നെ ഈ ഷോർട്ട് നോട്ടീസിൽ ഇത്രയും മനോഹരമായി പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സംഘാടകരുടെ ഗ്രൂപ്പാണ്. ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട റോളാണ്. പിന്നെ ഓരോരുത്തരെ കൊണ്ട് അസൈൻ ചെയ്ത് പ്രോഗ്രാം ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഒരു വലിയ ടാസ്ക്കാണ്. പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതിനേക്കാളും വലിയ ടാസ്ക്കാണ് പ്രോഗ്രാം ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അത് മുന്നിൽ നിന്ന് നയിച്ച ശില്പ ആൻഡ് ടീം. ഇവരൊരു ടീമാണ് ചെയ്തതെങ്കിൽ ആ ടീമിനെല്ലാവർക്കും ശില്പ അടങ്ങുന്ന ആ ടീമിൽ ആരൊക്കെയാണെന്ന് എല്ലാവരും പേര് എനിക്കറിയില്ല. എനിക്കറിയില്ല. ടീമിനെ ഏൽപ്പിച്ചു അത് ഭംഗിയായിട്ട് ചെയ്തു. നമ്മളൊരു സിസ്റ്റമാണ്. നമ്മളുടെ ഇതുപോലെ പ്രോഗ്രാംസുകളുണ്ടാവും. അപ്പോൾ ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് ചെയ്യാം. ഇങ്ങനെ കാരണം കായികമായ ആൾക്കാരെ സംബന്ധിച്ച് കലാപരമായ കഴിവുകളുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കാനുള്ള വേദി കൂടി നമ്മൾ ഒരുക്കാറുണ്ട്. എല്ലാ വർഷവും ഒരുക്കാറുണ്ട്. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച എല്ലാവർക്കും ആരൊക്കെയുണ്ടോ എല്ലാവർക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും പേരിൽ വളരെ ഊഷ്മളമായ നന്ദി പ്രകടിപ്പിക്കുന്നു. എൻ്റെ പേര് ശ്രീകല. ഞാൻ KCB വർക്ക് ചെയ്യുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഞങ്ങൾ വിചാരിച്ച കൂടെയല്ല, ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഞങ്ങൾ ഇത്രയും എൻജോയ് ചെയ്ത് ഒരു ക്യാമ്പ് ഇപ്പം അടുത്തൊന്നുമില്ല, അത്രത്തോളം ഞങ്ങൾ എൻജോയ് ചെയ്ത്. ഞങ്ങൾ രാവിലെ പ്രാക്ടീസ് വന്നപ്പോൾ ഇവിടെയുള്ള കുട്ടികളെല്ലാവരും ഭയങ്കരമായിട്ട് ഫുൾ ഡെക്കറേഷനും എല്ലാം ഭയങ്കര ഓട്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയ പരിപാടി ആയിരിക്കും, ഇത്ര വലിയ അടിപൊളി പരിപാടി ഒത്തിരി താങ്ക്സ്. എന്താ പറയുക, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഞാൻ പ്രിപ്പയർ ചെയ്തേ വന്നിട്ടില്ല. പക്ഷെ ഞങ്ങളെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്തു, ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. ഞങ്ങൾ ടോട്ടലി ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെയാണ് എടുത്തു പറയുന്നത് സെൻറ് ജോസഫ് ഇരിക്കാലക്കുട. കാരണം ഞങ്ങൾ ഇടയ്ക്ക് എല്ലാ വർഷവും അല്ല മിക്കപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയാണ് ക്യാമ്പ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഹോം പോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും ഫീൽ ചെയ്യാറ്. പിള്ളേരായാലും സാറുമാരായാലും ഞങ്ങളെ ശരിക്കും അത്രയും ടേക്ക് കെയർ ചെയ്താണ് ഞങ്ങളെ ഓരോ ദിവസവും കൊണ്ടുപോകുന്നത്. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന 1-ാം തീയതി കളിക്കാൻ പോവാണ്. യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, വോളിബോൾ ടീം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കേരള ടീമിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇവിടെ പരിപാടി നടക്കുകയാണ്. കേക്കൊക്കെ മുറിച്ച് തിന്നു. ഇവിടെ എൻ്റെ കുട്ടികൾ ഗ്രീൻ റൂമിൽ മേക്കപ്പ് ചെയ്യാണ് ഗൈസ്. ഇത് മാലാക, ദിസ് ഇസ് ചാന്ത് പൊട്ട്, ദിസ് ഇസ് എവ്സെ പിതാവ് ആൻഡ് ആർട്ടിഡേൻ മാതാവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഗൈസ്. ഇത് നമ്മുടെ ജാനിക്കുട്ടി ആരും കാണാതെ ഗൈസ്. ഇത് ആരാന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. ഇത് ആരാന്ന് കേട്ടോ, കമന്റ് ചെയ്താൽ നോക്കും. ദേ ആർട്ടിഡേൻ നമ്പർ 2. ഇത് നിങ്ങൾക്ക് അറിയോ ഗൈസ്? വിളിച്ചടിക്കുന്നു. ഓ അബു ഓ കൂട്ടു ഗൈസ്. ആമസോൺ കാടുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ചെതറി വീണ മുത്തുമണികളാണ് ദേ ഇത്. അനുശ്രീ മുത്തുമണി കരിങ്കല്ല്. ഓ ഇത് ചാക്കോ. ഇത് ഒരു കാട്ടിന്റെ പേരെന്താണ് നിങ്ങളുടെ പേര്? ചങ്കു. ഓ ചങ്കുണ്ണി. പേരെന്താണ്? ഫാമിലി കേരളത്തെ ഇളക്കി മറിച്ച ദേശായി ഫാമിലി. വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കൂ. ഇങ്ങോട്ട് നിൽക്കൂ. കണ്ടോ, ലോഡ് ബഡ്ജറ്റ്. ഇങ്ങോട്ട് നിൽക്കൂ ഗൈസ്. അടിപൊളിയായിട്ട് നമ്മുടെ അമൃതയാണ്. നമ്മുടെ കരച്ചിലാണെങ്കിലും അമൃതയ്ക്ക് സ്വർണത്തിന് കുറവൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഊർമിള. ഇതാണ് നമ്മുടെ
വർഷ ദേ നാഗവല്ലി ഗൈസ്, നാഗവല്ലി. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. ബാക്കിൽ നിൽക്കും, ബാക്കിൽ നിൽക്കും. മേക്കപ്പ് ഒരു രസമല്ല.